കുഞ്ഞിലങ്കാറ്റ് ചിലങ്കയിട്ടോടുന്ന കന്നിവയലിനു മീതെ. അപ്പോൾ ബാബുരാജ് വലിയ സംഗീതം പഠിച്ച ആളല്ല, ബാബുരാജ് വലിയ വിദ്യാഭ്യാസമുള്ള ആളല്ല, സാധാരണ തെരുവിലൊക്കെ പാടി നടന്നിരുന്ന ആളിൽ നിന്ന് വളർന്നു പൊന്തിയ ഹൂറി നിന്നുടെ കയ്യിനാൽ നെയ് ചോറ് വെച്ചത് തിന്നുവാൻ കൊതി ഏറെയുണ്ടൻ നെഞ്ചിനായി. അതാണ് മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നത്. മൊത്തത്തിൽ എൻ്റെ തലമുറയിൽപ്പെട്ട ആളുകളെല്ലാം സംഗീത ജീവിതത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്, എൻ്റെ തലമുറയിൽപ്പെട്ട ആളുടെ കാര്യം ഞാൻ പറയുന്നത്, അക്കാലത്ത് സിനിമയിലെ പാട്ടുകൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീ ശബ്ദത്തിലുള്ള പാട്ടുകൾ, അതായത് പി സുശീല, ജാനകി, പി ലീല ഇവരൊക്കെ പാടിയിട്ടുള്ള പാട്ടുകൾ. കാരണം അതിൻ്റെ സിനിമയുടെ വിഷയം തന്നെ പലപ്പോഴും ഈ സ്ത്രീ അകത്തളത്തിൽ തളക്കപ്പെട്ട സ്ത്രീകളുടെ ദുഃഖവും ഒക്കെയാണ് അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഇപ്പോൾ MTയുടെ സിനിമകളായാലും അല്ലെങ്കിൽ ഇപ്പം മുറപ്പണ്ണിലൊക്കെയുള്ള വിഷയം അതാണ്. അതുപോലെ മറ്റ് മുസ്ലിം കഥകളായാലും അത് നായർ ബേസ്ഡ് ആയിട്ടുള്ള സാമൂഹ്യ കഥകളായാലും ഒക്കെ അതിലൊക്കെ അകത്തളങ്ങളിൽ തളയ്ക്കപ്പെടുന്ന ഒരു സ്ത്രീ ജീവിതമുണ്ട്. ഇപ്പോൾ ഇരുട്ടിൻ്റെ ആത്മാവിലൊക്കെ MTയുടെ ഇരുട്ടിൻ്റെ ആത്മാവിലൊക്കെ അമ്മുക്കുട്ടി എന്ന് പറയുന്ന ഒരു പ്രധാന കഥാപാത്രമാണ്. അമ്മുക്കുട്ടി ഈ മരുമക്കത്തായത്തിൻ്റെ എല്ലാ പീഡനവും ഏറ്റിട്ട് ഇതിനുള്ളിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഒരു സ്വപ്നങ്ങളുമില്ല, എല്ലാ സ്വപ്നങ്ങളും തച്ച് തകർക്കപ്പെട്ട ഒരു സ്ത്രീ ജീവിതം ഉണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും നല്ല പാട്ടുകൾ മുഴുവനും ജാനകിയും സുശീലയൊക്കെ പാടിയിട്ടുള്ളതാണ് ആ കാലഘട്ടത്തിൽ. അത് ഭൂരിപക്ഷം പാട്ടുകളും ബാബുരാജിൻ്റെയും കൂടാണ്. അപ്പോൾ ആ പാട്ടുകളാണ് ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് പാടിയിരുന്നത്. താമരക്കുമ്പിളല്ലോ മമഹൃദയം എന്നൊക്കെ പറഞ്ഞ പാട്ടുകളൊക്കെ എല്ലാ വേദികളിലും പാടുമായിരുന്നു. ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് സ്ത്രീ ശബ്ദമാണ് ആൺകുട്ടിയൊക്കെ സ്ത്രീ ശബ്ദം ഉണ്ടാവും ആ കാലഘട്ടത്തിൽ. അപ്പം അങ്ങനെ ബാബുക്ക എന്ന് പറയുന്നത് കോഴിക്കോട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കോഴിക്കോട്ടുകാരനാണെങ്കിലും ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം മദ്രാസിലൊക്കെയാണ്. വടകരയിലെ ഒരുപാട് നാടകങ്ങൾ അച്ഛൻ എഴുതിയിട്ടുള്ള പാട്ടുകൾ കമ്പോസ് ചെയ്ത് ബാബുക്ക പാടിയിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ തന്നെ. അയിലവല വീശുവാനായി മറുകടലിൽ ഏലയ്യ, അതുപോലെ കുഞ്ഞിളങ്കാറ്റ് ചിലങ്കയിട്ടോടുന്ന കന്നിവയലിനു മീതെ പൊന്നാണത്തുമ്പികൾ പാറിക്കളിക്കുന്ന മണ്ണിൻ്റെ ഗാനങ്ങൾ ചാരെ, ഓ മണ്ണിൻ്റെ ഗാനങ്ങൾ ചാരെ. ഇതൊക്കെ വടകരയിലെ ചില നാടകങ്ങൾക്ക് വേണ്ടി വാളും കയ്യും എന്ന് പറഞ്ഞിട്ട് MC അപ്പുണ്ണിയമ്പാർ എഴുതിയ ഒരു നാടകത്തിന് വേണ്ടി അച്ഛൻ്റെ പാട്ട് ബാബുക്ക കമ്പോസ് ചെയ്ത് ബാബുക്ക തന്നെ പാടി റെക്കോർഡ് ചെയ്തതാണ്. അക്കാലത്ത് ഗ്രാംഫോൺ റെക്കോർഡിലുള്ള പാട്ടാണ് ഇതൊക്കെ. ഇപ്പോൾ അതൊന്നും ആർക്കും അറിയില്ല, ആകാശവാണിയിലോ മറ്റോ ഉണ്ടെങ്കിലേ ആയി. അപ്പോൾ ആ കാലഘട്ടത്തിൽ അറിയാം, നമുക്ക് സിനിമയിലൊന്നും നമുക്ക് സിനിമാ പാട്ടെന്നും പറഞ്ഞാൽ അന്നൊരു സംഗീത സംവിധായകൻ ഉള്ളിലില്ല. എല്ലാം പാട്ടുകാർ, അത് ഒരു പരിധിവരെ ഇന്നും അത് തന്നെയാണ്. ഇന്നും നമ്മൾ പാട്ടുകാർക്കാണ് എല്ലാ കിരീടവും വെച്ചു കൊടുക്കുന്നത്. അല്ലാതെ സംഗീത സംവിധായകനോ ലിറിക് റൈറ്റർ എന്ന് പറയുന്ന വളരെ അപ്രസക്തമായി പോകും. പക്ഷേ എല്ലാ അവാർഡുകളും എല്ലാ കിരീടവും വെച്ചു കൊടുക്കുന്നത് ഈ പാട്ടുകാർക്ക് മാത്രമാണ്. അപ്പം ഞാനും ആ കൂട്ടത്തിൽ തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പം അങ്ങനെ ബാബുക്കയെ കാണാൻ പിന്നീട് തിരിച്ചറിവുണ്ടായിരുന്നൊരു കാലം വന്നപ്പോഴാണ് ഈ സംഗീത സംവിധായകനാണ് ഈ ഏറ്റവും ബേസിക്കായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരാളെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ബാബുക്കനെ കാണാനൊരു അവസരം കിട്ടി അന്ന് ആകാശവാണിയിൽ വെച്ച്. അപ്പോൾ ഞാൻ ആ പാട്ട്, പയ്യന്നൂർ ബാലകൃഷ്ണൻ്റെ പാട്ട് ഇങ്ങനെയായിരുന്നു: ത്രിമൂർത്തിമാരി മണ്ണിനു നൽകിയ തങ്കവർണ്ണ പുള്ളിമാനേ, സ്വാതന്ത്ര്യത്തിൻ സ്വർണ്ണമാനേ, ത്രിമൂർത്തിമാരി മണ്ണിനു നൽകിയ തങ്കവർണ്ണ പുള്ളിമാനേ, സ്വാതന്ത്ര്യത്തിൻ സ്വർണ്ണമാനേ. അപ്പോൾ ഇതിലൊക്കെ ഈ പാട്ടിനൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്കൊരു പ്രത്യേകിച്ചൊരു അതിനകത്തുനിന്നൊരു സംഗീത പാഠമുണ്ടെന്ന് ഞാൻ ഈ പാടുന്ന കേൾവിക്കാർക്ക് പോലും തോന്നിക്കൊള്ളണമെന്നില്ല. അത് സംഗീതം പഠിച്ചവർക്ക് പോലും തോന്നണമെന്നില്ല. പക്ഷെ ബാബുരാജ് തൻ്റെ സംഗീതം കൊണ്ട് ഒരു വാക്കിനെ അല്ലെങ്കിൽ ഒരു ഭാഷയെ, ഒരു വികാരത്തെ എങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ളത്, എങ്ങനെയാണ് അത് സംഗീതത്തിലൂടെ അദ്ദേഹം അതിനെ മിനുക്കുപണി നടത്തുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കൊത്തുപണികൾ നടത്തുന്നത്, അത്
ഈ പാട്ടിലൂടെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, വിശദീകരിക്കാൻ പറ്റും. എങ്ങനെയാണ് ഓഫിൽ പാടുന്നത്, എങ്ങനെയാണ് സമത്തിൽ പാടുന്നത്, അങ്ങനെ വരുമ്പോഴുള്ള വൈകാരികമായ മാറ്റങ്ങൾ എന്താണ് സംഗീതത്തിൽ, ഇതിനെക്കുറിച്ചൊക്കെ എനിക്ക് പറയാൻ സാധിക്കും ഇന്ന്. അത് പാടുന്ന കാലത്ത് ഞാനത് ഓർമ്മിച്ചിട്ടല്ല പാടിയത്, പക്ഷേ പിന്നീട് എനിക്ക് അതിൽ നിരീക്ഷിക്കുമ്പോൾ, അതിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങൾ, ഘടകങ്ങളൊക്കെ അതിൻ്റെ തുള്ളതായി മനസ്സിലാവും. അപ്പോൾ ബാബുരാജ് വലിയ സംഗീതം പഠിച്ച ആളല്ല, ബാബുരാജ് വലിയ വിദ്യാഭ്യാസമുള്ള ആളല്ല, സാധാരണ തെരുവിലൊക്കെ പാടി നടന്നിരുന്ന ആൾ ആദ്യകാലത്ത്. ഹാർമോണിയം എന്ന് പറഞ്ഞ നോവലും ഒക്കെ അറിയാം, ഹാഫിസ് മുഹമ്മദിൻ്റെ നോവലിലൊക്കെ അത് പരാമർശിക്കുന്നുണ്ട് ഒരുപാട്. ബാബുരാജിൻ്റെ കഥയാണ്, ജീവിതമാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരാൾ ഒരു പാഠാവലിയായി മാറുക, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു പാഠശാലിയായി മാറുക എന്ന് പറയുന്നതും അത്ഭുതകരമായ കാര്യമാണ്. അതാണ് അനുഭവങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. അതാണ് സംഗീതശാസ്ത്രത്തിൽ നിന്നല്ല ഇതുണ്ടാവുന്നത്, മറിച്ച് ഈ അവരുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ അവർ പഠിച്ച് അത് നമ്മളിലേക്ക് പകർന്നു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നീട് ബാബുക്കായുടെ പാട്ടുകൾ പാടാത്ത ഒരു മലയാളി ഉണ്ടോ? എനിക്ക് സംശയമാണ്. ബാബുക്കായുടെ പാട്ട് പാടാത്തൊരു ദിവസമുണ്ടോ? ബാബുക്കായുടെ പാട്ട് കേൾക്കാത്തൊരു ദിവസമുണ്ടോ? അതൊന്നും എനിക്ക് തോന്നുന്നില്ല. ഈ ചില സിനിമകളിലെ ഇപ്പോൾ ഈ ഇരുട്ടിൻ്റെ ആത്മാവ് പോലത്തെ സിനിമയിലായാലും ഓളവും തീരത്തിലൊക്കെ രണ്ടും MT തന്നെയാണ്. ഇതിലൊക്കെയുള്ള കഥാപാത്രങ്ങൾ എങ്ങനെയാണത് പിന്നെ രണ്ട് സംസ്കാര തലങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കേണ്ട പാഠങ്ങളാണ്. ഇരുകണ്ണീർ തുള്ളികൾ ഒരു സുന്ദരിയുടെ കരിമിഴികളിൽ വെച്ച് കണ്ടുമുട്ടി അമ്മുക്കുട്ടി പാടുന്നതും, ഇപ്പുറത്തെ സൈനബ ഇടയ്ക്കൊന്ന് ചിരിച്ചും ഇടയ്ക്കൊന്ന് കരഞ്ഞെന്ന് പാടുന്നതും ഒക്കെ രണ്ടും തമ്മിൽ എങ്ങനെയാണ് സ്നൈനബല്ല നബീസു പാടുന്നതും ഒക്കെയുള്ള വ്യത്യാസങ്ങളൊക്കെ നമ്മൾ സംഗീതത്തിൽ എങ്ങനെയാണ് ഒരു സംസ്കാരത്തെ മാറ്റിയെടുക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള പാഠങ്ങൾ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതൊക്കെ വാസ്തവത്തിൽ നമ്മുടെ സംഗീത വിദ്യാർത്ഥികൾ പഠിക്കണം. അത് അല്ലാതെ നമ്മൾ ഈ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ പാഠങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ, ജനകീയ സംഗീതത്തിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കേണ്ടിയിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. മാപ്പിളപ്പാട്ട് എന്ന് പറയുന്ന ഒരു ഗാനശാഖ എളുപ്പത്തിൽ തള്ളിക്കളയാവുന്നതാണെന്ന് തോന്നുന്നില്ല. കാരണം എനിക്ക് മാപ്പിളപ്പാട്ട് വളരെ ഗൗരവമായുള്ളൊരു വിഷയമാണ് എന്നെ ബോധ്യപ്പെടുത്തിയത് രാഘവ മാഷ. കായലരികത്ത് എന്നുള്ള പാട്ടിനെ പറ്റി എല്ലാവർക്കും അറിയാമല്ലോ. കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ എന്നുള്ള പാട്ട് P. ഭാസ്കരനും രാഘവ മാഷും കൂടിയാണ് ഉണ്ടാക്കുന്നത്. അതിൽ ഭാസ്കരൻ മാഷ്, P. ഭാസ്കരൻ്റെ ജന്മശതാബ്ദി വർഷം കൂടിയാണിത്. ഈ വർഷം നമ്മൾ ആലോചിക്കുമ്പോൾ ഭാസ്കരൻ മാഷെ പറ്റി ധാരാളം പറയേണ്ടതുണ്ട്. അപ്പോൾ B. ഭാസ്കരനും രാഘവ മാഷും കൂടി ഉണ്ടാക്കിയ മാപ്പിളപ്പാട്ടാണ്, അതായത് കായലരികത്ത് എന്നുള്ള പാട്ടാണ്, നീലക്കുയിലെ പാട്ടാണ്. പിന്നീട് അത് കാരശ്ശേരി മാഷെ പോലെ ആളുകൾ പറയുന്നുണ്ട്, മാപ്പിളപ്പാട്ട് അതുവരെയും മുസ്ലിം അകത്തളങ്ങളിൽ മാത്രമായിരുന്നു. മുസ്ലിം കല്യാണങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കല്യാണപ്പാട്ടായിട്ടും അവിടെയൊക്കെയുള്ള ചില ആചാരാനുഷ്ഠാനങ്ങളായിട്ടും ഒക്കെ വരുന്ന പാട്ടുകളേ ഉണ്ടായിരുന്നുള്ളൂ. പുറമേക്ക് വരികയാണ് പാട്ട്. അതിനും മുമ്പേ പാട്ടുണ്ട്, ദക്ഷിണാമൂർത്തിയൊക്കെ ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ 2 ദിനം എന്ന് പറഞ്ഞ പാട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ പാട്ടോടുകൂടി കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ എന്നുള്ള പാട്ടോടുകൂടി ഇത് ഒരു പൊതുസമൂഹത്തിലേക്ക് വരികയാണ്. അതിൻ്റെ എല്ലാ മതപരമായ എല്ലാ ആവരണങ്ങളും അഴിച്ചു കളഞ്ഞ് അത് പൊതു പാട്ടായി മാറുകയാണ്, പൊതുസമൂഹത്തിലേക്ക് എത്തുകയാണ്. അത് കാരശ്ശേരി മാഷ് അതിനെപ്പറ്റി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരശ്ശേരി മാഷ് ഇതിനെപ്പറ്റി നന്നായി പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ആ പാട്ടിനകത്ത് തന്നെ ഭാസ്കരൻ മാഷ് വളരെ കൃത്യമായി ഈ പ്രാസഭംഗിയും അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ എന്നുള്ള അക്ഷരം എടുക്കുക. അപ്പോൾ അതിൽ വമ്പെഴുന്നിൻ്റെ പുരികക്കൊടിയുടെ അമ്പുകൊണ്ട് ഞരമ്പുകൾ കമ്പൊടിഞ്ഞൊരു ശീലക്കുടയുടെ കമ്പി പോലെ വലിഞ്ഞുപോയി. എന്നുള്ള അക്ഷരം നോക്കിയോ. ഇന്ന് എന്നുള്ള അക്ഷരം നോക്കിയോ. ചേറിൽ നിന്ന് വളർന്നു പൊന്തിയ ഹൂറി നിന്നുടെ കൈയിനാൽ നെയ് ചോറ് വെച്ചത് തിന്നുവാൻ കൊതി ഏറെയുണ്ടൻ നെഞ്ചിനായി. അതാണ് മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നുള്ള അക്ഷരം എടുത്ത് കുടവുമായി പുഴ കടവിൽ വന്നെന്നെ തടവിലാക്കിയ പൈങ്കിളി ഒടുവിൽ എന്നെ സങ്കടപ്പുഴ നടുവിലാക്കരുത് ഇക്കളി. അപ്പോൾ അതിനകത്തൊക്കെ ഈ ഭാസ്കരൻ മാഷ് ചെയ്തു വെച്ചിരിക്കുന്ന വലിയൊരു കാര്യം ഇതുണ്ട്. മാപ്പിളപ്പാട്ടിൻ്റെ എല്ലാ അംശങ്ങളും അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അത് അങ്ങനെ ചെയ്യാൻ വേണ്ടി ഇതിനകത്തുള്ള പ്രാസദീക്ഷകൾ പാലിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതല്ല, അതങ്ങനെ അറിയാതെ ഒഴുകി വരുന്നത് പോലെ ഇങ്ങനെ അതിൻ്റെ ഒരു ഫ്ലോ ആയിട്ട് വരികയാണ്. അപ്പോൾ ആ പാട്ടാണ് മലയാളത്തിലെ ഇപ്പോൾ 54 വന്നതാണ്. 54 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്ര 2024, ഇത്രയും വർഷങ്ങൾ 10-75 വർഷങ്ങൾ കഴിഞ്ഞു ആ പാട്ട് വന്നിട്ട്. ഇപ്പോഴും പുതിയ തലമുറയെ പോലും ആകർഷിക്കുന്നുണ്ട് ആ പാട്ട്. ഒന്നുമില്ലതാനും അതിനകത്ത്. എന്താ ഉള്ളത്, ആദ്യത്തെ 2 വരിക്കുള്ള ട്യൂണ് മാത്രമേ ഉള്ളൂ, അവസാനം വരേക്കും ഒരു ട്യൂൺ വ്യത്യാസം പോലുമില്ല. കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ
വളകിലുക്കിയ സുന്ദരി പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ. ഇതേ ഇണം തന്നെയാണ് എല്ലാം. കണ്ണിനാലെൻ്റെ കരളിനുരുളിയിൽ എണ്ണ കാച്ചിയ നൊമ്പരം കൽബിലറിഞ്ഞപ്പോൾ ഇന്ന് നമ്മൾ കയറ് പൊട്ടിയ പമ്പരം. ഇതന്നെ അവസാനം വരെയുള്ള ട്യൂണ്. പക്ഷേ അത് ഇത്രയും തലമുറ കഴിഞ്ഞിട്ട്, ഇത്രയും ദശകങ്ങൾ കഴിഞ്ഞിട്ട് നിലനിൽക്കുന്നു. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ എങ്ങനെയാണ് ജനങ്ങളുടെ പൾസ് അറിയുക, ജനങ്ങൾ എന്താണ്, എങ്ങനെയാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ മാപ്പിളപ്പാട്ടിൻ്റെ പറ്റി നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ പുതു സംഗീത നിർമ്മിതിയിൽ അതായത് ലളിതഗാനത്തിൻ്റെ ഒരു പുതിയൊരവസ്ഥയിലേക്ക് വരുന്നതിൽ മാപ്പിളപ്പാട്ടിൻ്റെ സംഗീതം എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പഠനങ്ങൾ വേണം. അത് വെറുതെ പറ്റേന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ഇപ്പോൾ രാഘവ മാഷെ എങ്ങനെ മാപ്പിളപ്പാട്ട് സ്വാധീനിച്ചു? വലിയ ശാസ്ത്രീയ സംഗീതജ്ഞനാണ്, 2-3 മണിക്കൂർ സംഗീത കച്ചേരി നടത്തുന്ന ആളാണ്. പക്ഷേ മാപ്പിളപ്പാട്ടിനെ പറ്റി വളരെ കൃത്യമായി പറയാൻ പറ്റും. അതിൻ്റെ സാങ്കേതികമൊന്നുമല്ല, അതിൻ്റെ ഈണങ്ങൾ എങ്ങനെ, ഈ മാഷ ചില ചെറിയ വിദ്യകൾ കൊണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഒരു പാട്ട് പാടിയിട്ടുണ്ടായത്, വളകിലുക്കി വിളിച്ചതെന്തേ വഴിയിൽ നിന്ന് ചിരിച്ചതെന്തേ മയ്യണിഞ്ഞ കണ്ണുകളിൽ സുറുമയെ അത്രയും നേരം പാട്ട് നിൽക്കുന്ന പോലെയല്ല. മാഷ് ഉടനെ തന്നെ മാറ്റിയിട്ട് പൂമിഴിയാളേ എൻ്റെ തേൻമൊഴിയാ. അപ്പോൾ മാപ്പിളപ്പാട്ടിൻ്റെ സ്വഭാവത്തിലേക്ക് അതിനങ്ങ് മാറ്റിക്കളഞ്ഞു. മ്യൂസിക് ഡയറക്ടർ ചെയ്യുന്നൊരു പണിയത്. ഇത് കനേഷ് പൂനൂർ എഴുതിയൊരു പാട്ടാണ്. ഞാൻ അത്ഭുതപ്പെട്ടു. അവിടെ ഞാൻ ഇതിനെ കണ്ടിന്യൂസ് ആയിട്ടൊരു സാധനമല്ല വരുന്നത്, അവിടുന്ന് ടക്ക് ജമ്പ് ചെയ്തിട്ട് വേറൊരു സംസ്കാരത്തിലേക്ക് അത് കടന്നു പോവുകയാണ്. അപ്പോൾ ഈ മാപ്പിളപ്പാട്ട് എന്ന് പറയുന്ന ഒരു ഗാനശാഖയുടെ ഒരു സംഗീതം, അതിൻ്റെ സംഗീതം എത്രത്തോളം പൊതുസംഗീതത്തെ സ്വാധീനിച്ചു, ഇതാണ് ഞാനെപ്പോഴും ആലോചിച്ചിട്ടുള്ള വിഷയം. അല്ലാതെ അതുകൊണ്ട് ഞാൻ മാപ്പിളപ്പാട്ട് എന്നല്ല പറയാറ്, മാപ്പിള സംഗീതം എന്നാണ് പറയാറ്. മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ വരികൾ കൂടി ഉൾപ്പെടുന്നതാണ്. അല്ലാത്തൊരു സംഗീതമുണ്ട്, അത് നമുക്ക് നൊട്ടേറ്റ് ചെയ്താൽ പറ്റില്ല. മാപ്പിളപ്പാട്ട് എങ്ങനെയാണ് നൊട്ടേഷൻ എഴുതിയാൽ പറ്റില്ല. ഒരു ഫോക്കും അങ്ങനെ നൊട്ടേഷൻ എഴുതിയാൽ ഫോക്കാവില്ല, സ്വരപ്പെടുത്തിയാൽ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഘടകങ്ങൾ നമ്മൾ വാസ്തവത്തിൽ ഇതിനോടൊപ്പം തന്നെ പഠിക്കേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നത് ഞാൻ ഇന്നിപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ പുതിയ കാലഘട്ടത്തിൽ കേൾക്കുന്ന പാട്ടുകളെക്കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത്. വളരെ പ്രാചീനമായിട്ട് ഉണ്ടായിരുന്ന ഒരു ശതകത്തിനൊക്കെ അപ്പുറത്തുണ്ടായിരുന്ന പാട്ടുകളുടെ സ്വഭാവം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിനൊക്കെ ഈ താളാത്മകമായും പാട്ടിൻ്റെ രൂപത്തിലും എങ്ങനെ കൊണ്ടുവരുന്നു എന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള ഇതൊക്കെ നമ്മൾ മ്യൂസിക് ഡയറക്ടേഴ്സ് മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു പാട്ടിനെ മാതൃകയാക്കിയാൽ പോരാ. ഇപ്പോൾ രാഘവ മാഷ പോലെ, ബാബുരാജിനെ പോലെയൊക്കെ ആ പാട്ടിൻ്റെ ഉള്ളറകളിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ ആത്മാവിലേക്ക് കടന്നു ചെല്ലുന്ന രീതിയിൽ അതിനെ മനസ്സിലാക്കാനുള്ള ശ്രമം കൂടി നടത്തുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു.